ഒച്ച ഉണ്ടാക്കാൻ നിൽക്കണം. മുതലാളി അകത്തുണ്ട്. തന്റെ മുതലാളി കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. ആരാ ഇതിന്റെ നേതാവ്? ഞാനാണ്. ഓഹോ, കുഞ്ഞിരാമൻ. അതെ, കെ കുഞ്ഞിരാമൻ, എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി. ഇതിൽ പറയുന്ന ഞങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ സാധിച്ചു തരാമെന്ന് രേഖാമൂലമായ ഉറപ്പ് തരാതെ ഞങ്ങൾ പണിയെടുക്കില്ല. പണി മുടക്കിയിരിക്കുകയാണ്. ശരി, വായിച്ചു നോക്കിയിട്ട് സൗകര്യം പോലെ വിവരം അറിയിക്കാം. സ്വയം ഘടിച്ച് സുരക്ഷിതരാകും. ചായ ഉണ്ടോ? ഉണ്ട്. തനിക്ക് തരികയില്ല. ചാരായോ? ഓ, അത് പണ്ടേ നിർത്തി. ഇതിപ്പോ യൂണിയൻ ഓഫീസാണല്ലേ? ഓ, യൂണിയൻ ഓഫീസാ. അതിനിപ്പോ എന്ത് വേണം? അല്ല, വേണ്ടതൊന്നും ഇവിടെ ഇല്ലല്ലോ. കോമളെ പതിപോലെ വിളിച്ചെന്നേ ഉള്ളു. ഉടക്കണ്ട. പൽപ്പടി ഉണ്ടോ? സുപ്രവന്തി കമ്പനിക്ക് എഴുതിയിട്ടുണ്ട്, വരണം. ഓ, നടക്കട്ടെ. നടക്കണ്ട, ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ ഓടം. ഇയാളുടെ വരവിന്റെ ഉദ്ദേശം ചാരായത്തിനല്ലെന്നുള്ളത് തീർച്ച. എല്ലാം ഒന്ന് കണ്ടും കേട്ടും പോകാമെന്ന് കരുതി ആയിരിക്കും. ഒന്ന് ഉടക്കണ്ടതായിരുന്നു. ഞാൻ കുടുക്കിയിട്ട് തരാടാ, നീ ഉടക്കിക്കോ. അപ്പോൾ കൊച്ചാപ്പിയുടെ കടയാണ് ശത്രുപാളയം അല്ലേ? ഇത് മാത്രമല്ല, ശത്രുക്കളെല്ലാം അവിടെ കൂടിയിരിപ്പുണ്ട്. പണി ചെയ്യുകയില്ലെന്നുള്ളത് തീർച്ച. ഏകദേശം തീർച്ച പോലെയൊക്കെയാണ്. ശരി, ഇനി നമ്മളാരും ജോലിക്ക് പോവില്ലേ? ജോലിക്ക് പോകാതെ ജീവിക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾ സാധിച്ചു തരുന്നവരെ ജോലിക്ക് കയറില്ല. ഏതായാലും ഇപ്പൊ എല്ലാവർക്കും നല്ല ചൊണയുണ്ട്. അമ്മച്ചി പോലും പറയുന്നത് കേൾക്കണോ? ആ, അമ്മച്ചി ഇപ്പൊ വഴക്കുറയുണ്ട്. ഇപ്പൊ എങ്ങനാ? കുഞ്ഞിരാമൻ ചേട്ടൻ വലിയ നേതാവായി പോയില്ലേ? പാവം അമ്മച്ചി. ഇപ്പൊ പറഞ്ഞാൽ എന്തോന്ന്? മറ്റേ കാര്യം. മറ്റേ കാര്യം? എന്ത് കാര്യമാണെന്ന്? മറ്റേ കാര്യം? പിന്നെ ഓ, കല്യാണ കാര്യം. അമ്മച്ചിക്ക് എതിരൊന്നും പറയുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഒരു രക്ഷയില്ല. സമരത്തിനിടയ്ക്ക് കല്യാണം. സമരമൊക്കെ ഒന്ന് കഴിയട്ടെ, അല്പം ക്ഷമിക്കും. അയ്യോ, തീപിടുത്തമാണല്ലോ. യൂണിയൻ ലഭിച്ച ആദ്യത്തെ അംഗീകാരമാണ്. നമ്മുടെ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു. ഇനി ധീരമായി മുമ്പോട്ട് പോകാം. അപ്പോ നമ്മുടെ ഓഫീസോ? ഇതുപോലെ തൊഴിലാളി സംഘടനകൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മുതലാളിമാർ കച്ചവട സ്ഥാപനങ്ങളും കടകളും യൂണിയൻ ഓഫീസുകളും കത്തിക്കുകയുണ്ടായിട്ടുണ്ട്.
പക്ഷേ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ സംഘടിത തൊഴിലാളി വർഗം അത് പടുത്തുയർത്തുകയും ചെയ്യും. ഇവിടെയും അത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ കൊച്ചാപ്പിയുടെ കടയും നമ്മുടെ യൂണിയൻ ഓഫീസും നമ്മൾ പടുത്തുയർത്താൻ പോവുകയാണ്. സംഘടിത തൊഴിലാളി വർഗം നമ്മെ സഹായിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് സഹാക്കളെ. മാത്യു സഹാവ് ഈ കാപ്പ് കുടിച്ചോണ്ട് ഈ കട ഉദ്ഘാടനം ചെയ്യണം. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി കട ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പാപ്പിയേ എങ്ങോട്ടാ? യൂണിയൻ ഓഫീസിലോട്ടാ. എന്താ വിശേഷം? പണിക്കിറങ്ങാറോ നോക്കാനാ? ഓഹോ, അപ്പൊ പാപ്പി ഇപ്പൊ വലിയ യൂണിയൻകാരനായി പോയി അല്ലേ? എല്ലാവരും ആയപ്പോ പിന്നെ ഞാൻ മാത്രം എന്നത്തിനാ മാറി നിൽക്കണേ? അത് ശരിയാ. അതിരിക്കട്ടെ പാപ്പി, ആരാ ഇതിന്റെ ആള്? ഈ യൂണിയനും കാര്യവും വീരവും ഒക്കെ പെട്ടെന്നൊന്നും ഉണ്ടാവുമല്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ വേണ്ടേ? അതാരാ? അതാ കോട്ടയിൽ നിന്ന് പൽപ്പടി കച്ചവടക്കാരനാ. ഓഹോ, അയാൾ അതിനാണ് ഇവിടെ വന്നത്. ആള് പിടിക്കനാണോ? അയ്യോ, ചോദിക്കാനുണ്ടോ? പറയുന്ന കേട്ടാ കുളിര് കോരും. എങ്കിൽ പാപ്പി പോയി കുളിര് കോരി. നിങ്ങള് പൊതുയോഗത്തിനും ജാഥയ്ക്കും വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം. ഞാൻ ഈ ലഘുലേഖകൾ ലയങ്ങളിൽ പോയി ഒന്ന് വിതരണം ചെയ്ത് അവരുമായി സംസാരിച്ചിട്ടോടെ നിങ്ങൾ ചെയ്യാം. വേണ്ട, നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഉടൻ സമയമാകുമ്പോഴേക്കും എത്തിയിട്ടാം. എവിടെയാ മോള്? ഓടി വരൂ, ഞാൻ കാണിച്ചു തരാം.
നീയാണ് കുഞ്ഞിരാമൻ അല്ലേ? നീയാണ് ഇവരുടെ നേതാവല്ലേ? ആരാണോടാ മാത്യുവിനെ കൊന്നത്? നീയാണോടാ മാത്യുവിനെ കൊന്നത്? നിന്റെ തന്തയാ. എന്തു പറഞ്ഞടാ? നിന്റെ തന്തയാന്ന്. ഇവനെ വെളിയിലിറക്ക്. കൊണ്ടുപോയിക്കോളൂ. മര്യാദയ്ക്ക് കിടന്നോണം. ഈ മാളുവിന്റെയും അമ്മയുടെയും കാര്യത്തിൽ മാത്രം മുതലാളിക്ക് ഇത്ര താല്പര്യം വരാൻ കാര്യം? അതിപ്പോ അയ്യോ അങ്ങനെയൊന്നുമില്ലേ. ശരി, അവരുടെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. വിളിച്ചോണ്ട് പോയിക്കോളൂ. ആ മാളുവിനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് വരൂ. കുഞ്ഞിരാമനെയും മറ്റും ജാമ്യത്തിലിറക്കാൻ ഇവിടത്തെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ജാമ്യം കിട്ടുകയെന്നാ മുതലാളി പറഞ്ഞത്. മാളു അമ്മയും പുറത്തു വരണം. വയ്ക്കോ, മേലാൽ മര്യാദക്ക് നടന്നു കൊള്ളണം. എനിക്ക് പോകണ്ട. ഓടി ഇറങ്ങി വിളച്ചു കിടക്കുന്നു. മാളൂനെ അമ്മ എവിടെ കൊണ്ടുപോകുന്നു? നീ ആരാ ചോദിക്കാൻ? അവരെ ഉപദ്രവിക്കാൻ കൊണ്ടുപോകാനാണ്. ഇതാ മണ്ട, അവരെ ചെറിയാൻ കുഞ്ഞു മുതലാളിയുടെ ആളുകൾ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയതാണ്. മാളുവിനെ അമ്മയിൽ ലേറ്റിക്കൊണ്ടിരുന്ന് വിട്ടു അല്ലേ? ആ, ഞാൻ കാരണമാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടതെന്ന് നീ പറഞ്ഞില്ലേ? എല്ലാം വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. ശരി, കുഞ്ഞിരാമനും മറ്റും ജാമ്യത്തിലൊക്കെ നേതാക്കന്മാർ ഓട്ടം കിട്ടുന്നു പോലും. ഓടി നോക്കട്ടെ.